that asks the people of Kerala, who else? ഞങ്ങളല്ലാതെ ഞാനല്ലാതെ മറ്റാരാണ് എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തുവാൻ കേരളത്തിലെ ജനങ്ങളോട് അങ്ങനെ ആവശ്യപ്പെടുവാൻ മുഖ്യമന്ത്രിക്ക് ആവശ്യപ്പെടുവാൻ കഴിയുന്നത് ധാർഷ്ട്യത്തിന്റെ അങ്ങേയറ്റമാണ്. In fact, I would advise the Chief Minister to remove this campaign from the streets of Kerala. ഒരർത്ഥത്തിൽ ഞാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ഈ പ്രചരണങ്ങളും പരസ്യ ബോർഡുകളും ഈ പ്രചരണവും കേരളത്തിന്റെ തെരുവുകളിൽ നിന്ന് ഒഴിവാക്കാൻ ഞാൻ No, it's okay. Because every time a Keralite looks at that poster, he is made to feel insulted because he is being told that he cannot lead this state. കാരണം ഈ പോസ്റ്ററുകളിലേക്ക് നോക്കുമ്പോൾ ഓരോ മലയാളി ഓരോ സമയം നോക്കുമ്പോൾ ആ വ്യക്തി സ്വയം അപമാനിക്കപ്പെടുന്നതായി തോന്നും. കാരണം ആ വ്യക്തി ചിന്തിക്കാൻ പ്രേരിതനാവുകയാണ്, എനിക്ക് ഈ സംസ്ഥാനത്തെ നയിക്കാൻ കഴിയുകയില്ല എന്ന രീതിയിൽ. And it is this precise mindset, this arrogant mindset that we are fighting. ഈ പറയുന്ന ധാർഷ്ട്യമുള്ള മനോഭാവം, കൃത്യമായ ധാർഷ്ട്യത്തോടുള്ള മനോഭാവത്തെയാണ് നമ്മൾ ഇന്ന് എതിരിട്ടുകൊണ്ടിരിക്കുന്നത്. It is the same mindset that Mr. Narendra Modi has, that Mr. Amit Shah has, and Mr. Hemanta Sharma has in Assam. ഇതേ മനോഭാവമാണ് നരേന്ദ്രമോദിക്കുള്ളത്. Leaders have to understand that wisdom is in the people. നേതാക്കൾക്ക് മനസ്സിലാകണം, ജ്ഞാനം എന്ന് പറയുന്നത് ജനങ്ങളിലാണുള്ളതെന്ന് മനസ്സിലാവണം. Wisdom is in the farmers. Wisdom is in the workers. Wisdom is in the people who run businesses. ഓരോ സ്ഥലത്തെയും കർഷകരിലാണ് ജ്ഞാനമുള്ളത്, തൊഴിലാളികളിലാണ് ജ്ഞാനമുള്ളത്, വ്യവസായങ്ങൾ നടത്തുന്ന മനുഷ്യരിലാണ് അറിവും ജ്ഞാനവും ഉള്ളത്. And a leader's job is to understand that wisdom and work with the people of the state and the country. ഒരു നേതാവിന്റെ ജോലി എന്ന് പറയുന്നത് ഈ ജനങ്ങളിലുള്ള ജ്ഞാനവും അറിവും എന്താണെന്ന് മനസ്സിലാക്കി അവരോടൊപ്പം ചേർന്ന് ആ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. There are examples of these type of leaders from the UDF. ഐക്യജനാധിപത്യ മുന്നണിയിൽ ഇതുപോലെയുള്ള നേതാക്കളുടെ അനേകം ഉദാഹരണങ്ങളുണ്ട്. Karuna Karanji's legacy is an example of this type of leadership. ശ്രീ കെ കരുണാകരൻജിയുടെ പാരമ്പര്യം ഇത്തരം ഒരു നേതൃത്വത്തിന്റെ ഉദാഹരണമാണ്. Oommen Chandy ji's legacy, A.K. Antony ji's legacy. This is the type of leadership that we are talking about. ശ്രീ ഉമ്മൻ ചാണ്ടിജിയുടെ പാരമ്പര്യം, ശ്രീ A.K. ആന്റണിജിയുടെ പാരമ്പര്യം, ഇതുപോലെയുള്ള നേതാക്കളെയാണ് നമുക്ക് ആവശ്യമുള്ളത്. And that is what the UDF is proposing. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.